ട്രെയിലർ റിയാക്ഷനാണ്. പിന്നെ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് നാളെ റിലീസാണ്. ട്രെയിലർ നിങ്ങൾ കണ്ടു നോക്കുക, എല്ലാവരും കണ്ടു നോക്കുക. നമ്മളിപ്പോൾ കാണുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് ഷബീബ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, പ്ലേ ചെയ്യാം. മാവിന്റെ മണ്ടയിൽ ഒരു പഴുത്ത മാങ്ങ കിടക്കോളെ നമ്മൾ ഉന്നം പിടിച്ച് എറിഞ്ഞിട്ടേ ലക്ഷ്യം ഭരിച്ചേ എന്ന് പറഞ്ഞ് നടന്ന് വീട്ടിലേക്ക് പോകണം ചെയ്യാറ്. ആ മാങ്ങ തിന്നുന്നല്ലേ ഇതിന്റെ റിവാർഡ്. അത്രയേ ഉള്ളൂ കണ്ടി. ശശിയുടെ മൃഗയാചിത്രം റിലീസായതോടെയാണ് സുഹൃത്തുക്കളെ അത് സംഭവിച്ചത്. തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 3.5 മാസത്തോളം മമ്മൂട്ടി എന്ന യുവപ്രതിഭ എടക്കൽ ഗുഹയിൽ താമസിച്ച് ഹോളിവുഡ് രീതിയായ മെത്തേഡ് ആക്ടിംഗ് പരിശീലിച്ചത്രേ. അതിനിപ്പോ ഞാനെന്താണ് ചെയ്യേണ്ടത്? വേട്ടമൃഗം നല്ല ഒന്നാന്തരം ധീമ, രക്തരൂക്ഷിതമാ, അക്രമ നിമിടവും. അത് ക്ഷാമവും ചെയ്യണം. പക്ഷെ അതിനു മുന്നേ ആ റോസാപ്പൂ കൈ തുപ്പാക്കി വിളയാം. അല്ലാണ്ട് ഈ കാണുന്ന അവിടെ ദാസ്താൻ മേടിക്കായിരുന്നു. 2 പേര് കണ്ടേ പോയി. 3-ാമത്തെ ആള് വിത്തിയേക്കറാൻ സമയമായിട്ടില്ല. എന്നാലും പ്ലാൻ പൊടിപ്പിച്ചു. അതായത് ഒരു മട്ട്. ചലച്ചിത്ര താരങ്ങൾക്ക് തോക്കുമരിക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല. മോനിപ്പോ പിടിച്ചിരിക്കുന്ന കണ്ടായിരുന്നല്ലോ, പൊട്ടുമോനെ മറ്റുപിടി അങ്ങനെ പറയാൻ ഇവിടെ ആണുങ്ങൾ ആരുമില്ല. കട്ടുപന്നി സസ്ക്രോഫാന്ന് ശാസ്ത്രനാമം. ഏനാണേലും മുടിഞ്ഞ ടേസ്റ്റാ. അതോടെ കണ്ടില്ലേ അച്ചായോ, ഇവനാളിച്ചിരി ചിമിട്ടനാണ്. ഇതാരാണ്? മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ അജയൻ ചാലിശ്ശേരി. ഗുഹയൊക്കെ ഡിസൈൻ ചെയ്താണ്. ഹനുമാൻ കൈൻഡ് വേറെ മൂടാണ്. രക്ഷയില്ല, കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. പടം വേറെ മൂടാണ്. ഓ ആഷിക്കബുവാണ്. ശ്യാം പുഷ്കറിന്റെ കഥ, ദിലീഷ് പോത്തൻ. അതെ അതെ, ക്രൂ അടിപൊളിയാണ്. അതായത് ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കാം. ഡയറക്ടഡ് ബൈ ആഷിക്കബു. മൂടിനൊത്ത വീഡിയോ. ഇത് പൊളിക്കുന്നാണ് തോന്നുന്നത് അല്ലേ? പടം എന്തായാലും അതിൻ്റെ കാസ്റ്റിങ്ങും അതിലെ എൻ്റെ ക്രൂ, അതെ, അത് പടം അടിപൊളിയാണ്. പിന്നെ റെക്സ് വിജയൻ കേട്ടോ, മൂപ്പരുടെ ഡയറക്ഷൻ, അതായത് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ മ്യൂസിക്സും എടുത്തു നോക്ക്. മൂപ്പരുടെ പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ സിറ്റുവേഷനിൽ വേറൊരു മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ ഇറക്കില്ല എന്നുള്ളതാണ്. ഒരുപാടുണ്ട്. പിന്നെ സുഡാനി ഫ്രം നൈജീരിയ, അതുപോലെ പറവ, പിന്നെ അങ്ങനെ ഒരുപാട് ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഒരു പാട്ട് പോലും എന്ത് ചെയ്യൂല നിങ്ങൾക്ക്, പിന്നെ ബോറടിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പിന്നെ നാളെയാണ് റിലീസ്, കാണുക. എന്തായാലും നമ്മൾ കാണും, കണ്ടിട്ട് നമ്മൾ വീണ്ടും റിപ്പോർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോട്ടെ. വേറൊന്നും പറയാനൊന്നുമില്ല. എന്തായാലും ഒരു മലയാളത്തിൽ ഇതുവരെ വരാത്ത ഫിലിം മേക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതായത് ലാസ്റ്റത്തെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ഹോളിവുഡ് സ്റ്റൈൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ട്രെയിലറിലുള്ളത് നോക്കണ്ട, നമുക്ക് ഇനിയിപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയുള്ളൂ എന്താണെന്നുള്ളത്. എന്തായാലും ഒരു തിയേറ്റർ ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതെ, തിയേറ്റർ വാച്ചിനുള്ളത് ഉണ്ടെന്നാണ് BGM ഒക്കെ കേട്ടിട്ട് നമുക്ക് തോന്നുന്നത്. എന്തായാലും പടം വരട്ടെ, രാവിലെ തന്നെ റിപ്പോർട്ട്സ് ഒക്കെ വരും, നമുക്ക് കാണാം.
അപ്പോൾ അത് ബൈ ബൈ. ഓക്കെ.